ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് അമ്പഴങ്ങയാണ്. ഇതുകൊണ്ട് നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിട്ടോ. ഇനി അടുത്തത് ഞാൻ കറണ്ട് അടുപ്പുമ്മലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലവണ്ണം ചൂടായിട്ട് അതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. നല്ലെണ്ണ നല്ലോണം ചൂടാകട്ടെ. ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇനി പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ഉലുവയും ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോളാണ് ഇങ്ങനെ ഇളക്കണത്. ഓളിങ്ങനെ ഇത് കണ്ടിട്ട് ഞാൻ ഇളക്കാറിന് കണ്ട് ഓൾ ഇളക്കണ്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടും എല്ലാം ഒപ്പം എങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലോട്ട് അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാറും പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. മോള് ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ അത്. ഇനി ഞാനിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ നിൽക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് ആവശ്യത്തിന് ഇടാം കേട്ടോ. നമുക്ക് നല്ലോണം എരിവാണെങ്കിൽ കൂട്ടിയിടാം. ഞാൻ അച്ചാറും പൊടിയിൽ തന്നെ എരിവുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ പച്ചമുളകും എല്ലാം എരിവന്നല്ലേ. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അച്ചാറാവുമ്പോൾ കുറച്ച് കൂടുതൽ വേണമല്ലോ. അങ്ങനെ കുറച്ച് കൂടുതൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു ശർക്കരൻ്റെ അച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതാണ്. ഇനി ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ അമ്പഴങ്ങ ഇതിലേക്ക് ഇട്ടു. കുറച്ചായിട്ടാണ് ഇടുന്നത്. നല്ല നാടൻ അമ്പഴങ്ങയാണ്. നല്ല രസമുണ്ടാവും ഇത് അച്ചാറിട്ടാൽ. ഇപ്പോൾ എവിടെ ഈ നാടൻ അമ്പഴങ്ങയൊന്നും ഇപ്പം ഇല്ല. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ശർക്കരയൊക്കെ ഞാൻ അതിൽ കിടന്ന് മെൽറ്റായിട്ട് അതൊക്കെ അലിഞ്ഞ് വരും കേട്ടോ. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാനിതിലോട്ട് കുറച്ചും കൂടി അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറേ അമ്പഴങ്ങ ഉണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ അതൊക്കെ ഇട്ടെടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ഇങ്ങനെ കുറച്ചിടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
പലരും പല രീതിയിലാണ് അച്ചാറിടൽ കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് ഇടുന്നത്. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി, അപ്പോൾ ഞാനൊന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സുറുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള സുറുക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. എല്ലാം പാടെ ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര ഒന്നും കാണാമല്ലോ, എല്ലാം അതിൽ മെൽറ്റായിട്ടോ, ഉരുകിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാർ കാണാനും നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല രസമുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തേക്ക്, ഒരു സ്റ്റീൽ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് കേട്ടോ. ചൂടാറാനാണ്. ചൂടാറിയിട്ട് നമുക്കിത് ഒരു കുപ്പിയിൽ ആക്കി വെക്കാം. അമ്പായങ്ങയൊക്കെ നല്ല അലിഞ്ഞ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി പിന്നെ വേറൊരു വീഡിയോയുമായി കാണാം. ബായ്.